കരുവാരകുണ്ട് സാംസ്കാരിക ശാക്തീകരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ബഷീർ അനുസ്മരണം നടത്തി. പുന്നക്കാട് KT മാനുമുസ്ലിയാർ സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ബഷീർ അനുസ്മരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്ഥിരസമിതി അധ്യക്ഷൻ നൌഷാദ് അലി കുരിക്കൽ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP ജസീറ, വാർഡംഗം A. ഖാലിദ് റഹ്മാൻ, കവി നൌഷാദ് പൂഞ്ച, OM കരുവാരകുണ്ട്, ശാലിനി ടീച്ചർ, AK അഫ്സാഖ്, MA റസാഖ്, C. ലത്തീഫ്, രാജൻ കരുവാരകുണ്ട് എന്നിവർ സംസാരിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഭാവി ജീവിതത്തിന് മനുഷ്യൻ ജീവിക്കുന്ന കാലം മുഴുവൻ ഓർക്കാവുന്ന ഹൃദയസ്പർശിയായ ലേഖനങ്ങളും കഥകളും നോവലുകളും രചിച്ച, ജീവിതത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരൻ. സാഹിത്യ കുലപതി, ബേപ്പൂരിന്റെ സുൽത്താൻ എന്ന് വിശേഷിക്കപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് നമുക്കൊക്കെ അറിയാം. ചെറിയ കഥകളുണ്ട്, നോവലുണ്ട്. അദ്ദേഹത്തിന്റെ കഥകളും നോവലുകളും ഒക്കെ സിനിമയായി വന്നിട്ടുണ്ട്. മതിലുകൾ, മമ്മൂട്ടി നായകനായി വന്നിട്ടുള്ള മതിലുകൾ അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അതുപോലെ തന്നെ ബാല്യകാല സഖി അദ്ദേഹം രചിച്ച പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കണം, അത് പ്രചരിപ്പിക്കണം. അതോടൊപ്പം ഈ എഴുത്തുകാരും ഇവരുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മുഴുകണം. അത് നമുക്ക് ഈ സാംസ്കാരിക കേരളത്തിന് വളർന്നു വരുന്ന യുവതലമുറക്ക് അതൊക്കെ വലിയ ഉപകാരപ്പെടും. ഇന്ന് വായന അന്യം നിന്ന് പോകുന്ന കാലമാണ്. അന്യം നിൽക്കാന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയും മറ്റും ഒക്കെ വായിക്കുന്നുണ്ട്. പക്ഷെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞതുപോലെ വളരുന്ന വായന നിന്നു പോകുന്നുണ്ട്. അപ്പൊ അതിന് ഒരു പ്രചോദനമായി ഈ സമ്മേളനങ്ങളും ഈ അനുസ്മരണങ്ങളും ഒക്കെ മാറണം. കരുവാരക്കുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി കരുവാരക്കുണ്ടിന് അതിന് ഒരുപാട് ബന്ധുക്കൾ ചാർത്താൻ പറ്റുന്ന പ്രതിഭാശാലികളായ അബിരിങ്ങാട്ടിൽ OM കരുവാരക്കുണ്ട്, എഫ്സൽ പറഞ്ഞ പോലത്തെ ഈ ആളുകളൊക്കെ ഇവിടെ ഈ സദസ്സിലുണ്ട്, ഈ നാട്ടിലുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തി ഈ സാംസ്കാരിക നിലയും പഞ്ചായത്തും ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഒരു പണത്തൂക്കം മുൻപന്തിയിലുണ്ടാവും. സാഹിത്യത്തിന് തന്നെ വേറൊരു അർത്ഥം അല്ലെങ്കിൽ വേറൊരു രൂപം കൊണ്ടുവന്ന ആളാണ് നമുക്കറിയാം ബേപ്പൂർ സുൽത്താൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൂടെ ഇന്നും ഓർമ്മിച്ചെടുക്കാവുന്ന ഒരുപാട്. നമുക്ക് ഈ ബുക്കുകൾ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരായിരിക്കും, നമ്മൾ സംസാരിച്ചവരായിരിക്കും, നമ്മൾ അവരെ കണ്ടുമുട്ടിയിട്ടുള്ളവരായിരിക്കും. എല്ലാ കഥാപാത്രങ്ങളെയും നമുക്ക് തോന്നാറുള്ളത് അങ്ങനെയാണ്. ചുട്ടെടുത്ത അക്ഷരങ്ങൾ കൊണ്ട് മലയാള സാഹിത്യത്തിലെ സുൽത്താനായി എന്നും വിരാജിക്കുന്ന ബഷീറിന് സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ മാഞ്ഞു പോയിട്ട് നമുക്കറിയാം 30 ആണ്ടുകൾ കഴിഞ്ഞു. എന്നാൽ പോലും ഒരു ദിവസമെങ്കിലും ബഷീറിനെ കുറിച്ച് അല്ലെങ്കിൽ ബഷീർ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാതെ മലയാളിയുടെ ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ, ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ അനശ്വരനാക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിന്റെ വിശ്വസാഹിത്യകാരനാണ്. എങ്ങനെയാണ് ബഷീർ വിശ്വസാഹിത്യകാരനായത്? എങ്ങനെയുമല്ല. അദ്ദേഹം സാധാരണ പോലെ തെക്കൻ കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ കായി അബ്ദുറഹ്മാന്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മകനായി പിറന്ന് ജീവിച്ച ഒരു സാധാരണക്കാരൻ തന്നെയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ എഴുത്തുകാരനായി എന്ന് ചോദിക്കുന്നതിന് അദ്ദേഹം പറയുന്നത്, എന്റെ മാതാപിതാക്കൾ എനിക്ക് വിദ്യാഭ്യാസം തന്നതുകൊണ്ടാണ് ഞാൻ എഴുത്തുകാരനായത്. ഇത് ഇന്നല്ലട്ടോ പറയുന്നത്, 1908 അപ്പോ 1900 ആ കാലഘട്ടത്തിലാണ് പറയുന്നത്. ജനിച്ചത് 1908. അപ്പൊ ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുക, പ്രത്യേകിച്ച് മുസ്ലിം പയ്യനായ ഒരാൾക്ക്, അതും തെക്കൻ കേരളത്തിലുള്ള ഒരു മുസ്ലിം പയ്യന് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിപ്ലവമാണ്. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ കാലം ഒരു 100-100 ചില്ലാനം വർഷങ്ങൾക്ക് അപ്പുറം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കരുവാരകുണ്ടിന്റെ അവസ്ഥ എന്താണ്? ആരായിരുന്നു വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുത്തിരുന്നത്? അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായിട്ടുള്ള
നൗഷാദ് പുഞ്ച സാർ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനാണ്. ഞാൻ ഇതിന് തൊട്ട് മുകളിലുള്ള UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായി ഒരു കവിത എഴുതി ക്ലാസ്സിൽ അവതരിപ്പിച്ചപ്പോൾ അഭിനന്ദിക്കുകയും കൂടുതൽ എഴുതാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് വായനയിലേക്ക് വരുന്നത്. പിന്നീടാണ് വായനയുടെ ഒരു ലോകത്ത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന അത്ഭുത പ്രപഞ്ചം, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ബഷീർ എന്ന ഒറ്റ മരം എന്നാണ്. ഒരു മരം എങ്ങനെയാണ് കാടാകുന്നത് എന്നതൊരു ചോദ്യമാണ്. ഒരിക്കലും ഒരു മരം കാടാകാറില്ല. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ എന്നത് ഒരൊറ്റ വടവൃക്ഷം, പിന്നെ അത് വലിയ കാടായി ഒരു പ്രപഞ്ചമായി മാറി എന്ന് പറയപ്പെടുന്നു. MN വിജയൻ മാഷിന്റെ വരികൾ കടമെടുത്താൽ ബഷീർ എന്ന് പറയുന്ന ഒറ്റമരം അതൊരു വലിയ ഒരു വനമായി മാറും. അങ്ങനെ ആ ഒരു കഥാപ്രപഞ്ചത്തിലേക്ക് എത്തുകയും പിന്നീട് വായനയുടെയും എഴുത്തിന്റെയും ഒപ്പം അധ്യാപനത്തിലേക്ക് വരെ മലയാളം എന്ന ഭാഷയെ സ്നേഹിക്കാനൊക്കെ കാരണക്കാരനായത് ഈ പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറും ഈ വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും, പിന്നെ നമുക്കറിയുന്നത് പോലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് ഇവിടെ. അതുപോലെ സാഹിത്യ പ്രവർത്തകരുണ്ട്. അബു ഇരിങ്ങാട്ടിരി മുതൽ OM കരുവാരകുണ്ട് മുതൽ രാജൻ മാഷ് മുതൽ ഒരുപാട് പേര്, ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ ഒരു സെഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചു നേരം എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ചർച്ച പോലെയായിരുന്നു. കാരണം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത് ഒരു അക്കാദമിക് സൈദ്ധാന്തിക വാചാലനായിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതിനപ്പുറത്തേക്ക് കുറെ കൂടി ജനകീയനായ സാധാരണക്കാരുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളായിരുന്നു. അനർഘ നിമിഷം ജീവിതത്തിനെ ഇത്ര ഫിലോസഫിക്കലായിട്ട് അല്ലെങ്കിൽ തത്വജ്ഞാനപരമായിട്ട് തത്വചിന്താപരമായിട്ട് കാണുന്ന കൃതികൾ നമുക്ക് വളരെ അപൂർവമാണ്. ജീവിതം അനർഘ നിമിഷം, ഈ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ. അതിലൊരു മനോഹരമായ പ്രയോഗമുണ്ട്. ഞാനും നീയും എന്ന് പറയുന്ന ലോകത്ത് നാളെ അല്ലെങ്കിൽ ഇന്ന് നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. ഞാൻ മരിക്കാൻ പോവുകയാണ്. അനന്തമായ സമയം സാക്ഷാൽ ദൈവത്തിന്റെ കൈകളിൽ മാത്രമേ ഉള്ളൂ. ഞാനും നീയും എന്നുള്ളത് അവസാനിക്കുവാൻ പോവുകയാണ്. നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് എന്ന് പറയുന്ന ജീവിതം എത്ര അർത്ഥശൂന്യമാണ്. തമ്മിലടിച്ച് വഴക്കടിച്ച് ജാതിയുടെയും മതത്തിന്റെയും സമ്പത്തിന്റെയും പേരിലൊക്കെ പ്രതാപത്തിന്റെയും ഒക്കെ പേരിൽ